Exercise 9.1, question number 5. The diagonals of a rhombus are 7.5 cm and 12 cm. Find its area. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റോംബസിൻ്റെ രണ്ട് ഡയഗണൽസിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് 7.5 സെൻറ്റിമീറ്റർ ആണ്, മറ്റേത് 12 സെൻറ്റിമീറ്റർ ആണ്. ഒന്ന് 12 സെൻറ്റിമീറ്റർ ആണ്, ഇത് 7.5 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് അറിയാലോ. എന്താ ഇക്വേഷൻ എന്താണ്? എല്ലാവരും ഒന്ന് ഓർത്തെടുത്തിട്ട് എഴുതിയേ. റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. ഇവിടെ d1 d2 എന്ന് പറയുന്നത് എന്താ? രണ്ട് ഡയഗണൽസിൻ്റെ മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലേ? ഈ വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഏരിയാസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു d1 എത്രയാണ്? 7.5 ആണ്, ഇൻറ്റു d2 എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ഹാഫ് ഇൻറ്റു ഏരിയാസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 7.5 ഇൻറ്റു 12 എന്നാണ് പറഞ്ഞത്. നമുക്കിതിനെങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു 7.5നെ ഞാൻ ഇങ്ങനെ എഴുതി, 75/10 എന്ന് എഴുതി. ഓക്കെ, ഇൻറ്റു 12 ആണല്ലോ. 75/10 തന്നെയാണല്ലോ ഈ 7.5 എന്ന് പറയുന്നത്. ഈ ഡെസിമൽ നമ്പറിൻ്റെ ഡെസിമൽ പോയിൻ്റ് മാറ്റാനായിട്ട് അതിൽ എത്ര ഡെസിമൽ പ്ലേസ് നീക്കിയിട്ടാണോ ഡെസിമൽ പോയിൻ്റ് വന്നിരിക്കുന്നത് അത്രയും 10ൻ്റെ മൾട്ടിപ്പിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ 75/10 എന്ന് പറഞ്ഞാൽ 7.5 ആണ്. അപ്പോൾ 7.5-നകത്ത് ഒരു ഡെസിമൽ പ്ലേസ് നീങ്ങിയിട്ടാണ് പോയിൻ്റ് വന്നിരിക്കുന്നത്. സോ നമുക്കിതിൻ്റെ ഡെസിമൽ പോയിൻ്റ് മാറ്റാനായിട്ട് /10 ചെയ്താൽ മതി. ഓക്കെ, ഇനി 0.75 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? 75/100 ചെയ്യണമായിരുന്നു. 0.075 ആണെങ്കിലോ 75/1000 ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ ഡെസിമൽ നമ്പറിൻ്റെ കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പ്രോബ്ലത്തിലോട്ട് തിരിച്ചു വരാം. നമുക്ക് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയാസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. d1 എന്ന് പറയുന്നത് 7.5 ആണ്, d2 എന്ന് പറയുന്നത് 12 ആണ്. സോ ഹാഫ് ഇൻറ്റു 7.5നെ ഞാൻ മാറ്റി എഴുതി 75/10 എന്ന് എഴുതി ഇൻറ്റു 12. ഇനി ഈ 2 എന്ന് പറയുന്നത് 12ൽ 6 ടൈംസ് ക്യാൻസലായി പോവും. സോ നമുക്ക് കിട്ടുന്നത് 75/10 ഇൻറ്റു 6 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 75 ഇൻറ്റു 6 ചെയ്യാം, 450 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 450 ഇനി ഇവിടെ എന്താ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ഇൻറ്റു 1 10 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 450/10 ആൻസർ എന്താണ്? 45 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? 450 ഇവിടെ 0 ക്യാൻസൽ ആയിപ്പോയി, ദെൻ 45 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, അല്ലെങ്കിൽ പേഴ്സണൽ മെയിൽ ID കൊടുക്കുന്നുണ്ട്, അതിനകത്ത് മെയിൽ ചെയ്ത് ചോദിക്കാം. ഓക്കെ, നിങ്ങളുടെ സജഷൻസ് ആണെങ്കിലും കമൻറ്റ്സ് ആണെങ്കിലും എന്തും നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. ഡൗട്ട്സൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇതുവരെയുള്ള പോർഷൻസ്, അതായത് എക്സസൈസ് പാർട്ടാണെങ്കിലും തിയറി പോർഷൻസ് ആണെങ്കിലും അതൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾ മുൻപത്തെ പോർഷൻസൊക്കെ അങ്ങനെ നിങ്ങൾ ആക്സസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സണൽ മെയിൽ ID മെയിൽ ചെയ്യാം. മെയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം കമൻറ്റ് ചിലപ്പോൾ നമ്മൾ ഒരുപാടുള്ളത് കാരണം നോക്കി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. മെയിലാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സജഷൻസൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, അടുത്ത പ്രോബ്ലം ആയിട്ട്. അതുവരെ ബൈ, ടേക്ക് കെയർ.